18 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് എന്നാണ് ഇവിടുന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് അംഗീകരിക്കാം. ബഹുമാനപ്പെട്ട MP സൂചിപ്പിച്ചത് അങ്ങനെ തെളിയിച്ചാൽ, ഞാനിതാ ഉത്തരവാദിത്തത്തോടു കൂടി പറയുന്നു, അങ്ങനെ തെളിയിച്ചാൽ ഹാരിസ് ബാബു നാളെ സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കും. എനിക്ക് വ്യക്തമാണ്. അത്രയും വേണോ ഹാരിസ് ബാബു? അത്രയും വേണോ ഹാരിസ് ബാബു? അത് ഇത്തിരി കുഴപ്പമാണ്. കാരണം അത് വലിയ ചർച്ചയായ ഡോക്യുമെന്റാണ്, ചർച്ചയായ വിഷയമാണ്. എന്റെ പ്രിയപ്പെട്ട ഹാരിസിനോട്, ബഹുമാന്യനായ കോൺഗ്രസിന്റെ പ്രതിനിധിയോട് ഞാൻ ചോദിക്കുകയാണ്, 18 മാസത്തെ കൊടുക്കാനുണ്ടെങ്കിൽ അദ്ദേഹം സ്വരാജിന് പിന്തുണ പ്രഖ്യാപിക്കാമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പിന്തുണയൊന്നും പ്രഖ്യാപിക്കണമെന്ന് ഞാൻ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. പക്ഷേ അതൊന്ന് വസ്തുത, എത്ര മാസത്തെ കൊടുക്കാനുണ്ടായിരുന്നു എന്നുള്ള വസ്തുത ഇവിടെ ആരുടെയെങ്കിലും കയ്യിൽ, ഞാൻ എൻ്റെ മൊബൈലിൽ ഇപ്പോൾ അത് എടുത്തിട്ടില്ല, പക്ഷേ അങ്ങ് തെരഞ്ഞോളൂ. നിയമസഭയിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി സ്വരാജ് അന്നത്തെ ധനകാര്യമന്ത്രിയോട് ചോദ്യം ചോദിച്ച് ആ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് അന്ന് അദ്ദേഹം 6 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞത്. മാത്രമല്ല, പറയട്ടെ. എന്നിട്ട് ആ പണം നമ്മളന്ന് വകമാറ്റി വെച്ചു, പോസ്റ്റ് ഓഫീസ് വഴി കൊടുക്കാൻ തീരുമാനിച്ചു. അന്നത് കൊടുക്കാൻ ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് സമ്മതിപ്പിച്ചില്ല. ഇടതുപക്ഷം വന്ന ഉടനെ ആ പണം കൊടുത്തു. ഞാൻ ചോദിക്കട്ടെ, വന്ന ഉടനെ കൊടുക്കാൻ പണം ഇടതുപക്ഷത്തിന് എവിടുന്ന? UDF വകയിരുത്തിയ പണം എടുത്തിട്ടാണ് ഇടതുപക്ഷം കൊടുത്തത്. അല്ല, എങ്കിൽ കുടിശ്ശിക എന്തിനിടണം? അങ്ങനെ പണമുണ്ടെങ്കിൽ, അങ്ങനെ അതിന് പ്രയോറിറ്റി ഉമ്മൻചാണ്ടി സർക്കാരിനുണ്ടെങ്കിൽ കുടിശ്ശിക ഇടാതെ കൊടുക്കാൻ പറ്റും. എന്നെ ഒന്ന് പറയാൻ സമ്മതിക്കുമെങ്കിൽ, അതായത് 18 മാസത്തെ കുടിശ്ശിക എന്ന് പറയുന്നത് UDF ഭരണകാലത്തേതാണ്. അത് കഴിഞ്ഞ് 2016 മെയ് മാസത്തിൽ പുതിയ സർക്കാർ വന്നു കഴിഞ്ഞപ്പോൾ ആ സർക്കാരിൻ്റെ ആദ്യത്തെ മന്ത്രിസഭാ യോഗത്തിലെ തീരുമാനങ്ങളിലൊന്ന് ഈ കുടിശ്ശിക കൊടുക്കാനായിരുന്നു. അത് കൊടുത്ത ശേഷം നിയമസഭയിൽ ഉയർന്നു വന്ന ചോദ്യത്തിലാണ് പറഞ്ഞത്, ഇനി അത് കൊടുത്തു കഴിഞ്ഞാൽ ഉടൻ അടുത്ത മാസം കൊടുക്കാൻ സർക്കാരിന് കഴിയാതെ വന്നപ്പോൾ എത്ര മാസത്തെ കുടിശ്ശിക? അപ്പോൾ ആ തുടർന്ന് വന്ന ഓണത്തോടനുബന്ധിച്ച് കൊടുത്ത കുടിശ്ശികയുമായി ബന്ധപ്പെട്ട വിശദീകരണത്തിലാണ് താങ്കൾ പറഞ്ഞു വന്നത്. UDF ഭരണകാലത്ത് 18 മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ ഭരണത്തിൽ ഞാനത് തെളിയിക്കും. ആ ഡോക്യുമെന്റ് പബ്ലിക് ഡൊമൈൻ. യെസ്, എടുത്തോളൂ. യെസ്, ഓക്കെ. അപ്പോൾ ഏതായാലും അതൊക്കെ ഡോക്യുമെന്റഡ് ആണ്. അതുകൊണ്ടാണ് അത്രയും വലിയൊരു വെല്ലുവിളി വേണമെന്ന് എല്ലാവരും ചോദിച്ചത്.